അറിയാത്ത കുറ്റത്തിന് വീട്ടിലെത്തി അറസ്റ്റ്. തുടർന്ന് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനങ്ങളും. ചിന്തിച്ചു നോക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം അല്ലേ? എങ്കിൽ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ത്യൻ വംശജനായ ശതകോടീശ്വരൻ പങ്കജ് ഒസ്വാളിന്റെ മകൾ വസുന്ധര ഒസ്വാളിനാണ് ഈ ദുരനുഭവമുണ്ടായത്. മനുഷ്യാവകാശങ്ങൾ പൂർണ്ണമായും നിഷേധിക്കപ്പെട്ട് ആഴ്ചകളോളമാണ് വസുന്ധര ഉഗാണ്ടൻ ജയിലിൽ കഴിഞ്ഞത്. തന്റെ പിതാവിന്റെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനായ മുകേഷ് മെനാരിയ എന്നയാളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വസുന്ധര ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരം യാതനകളാണ് നേരിടേണ്ടി വന്നതും. വൃത്തിയില്ലാത്ത ജയിലറുകൾ, പ്രാഥമിക കൃത്യങ്ങൾ നടത്താൻ പോലും അനുവാദമില്ല, കുടിവെള്ളത്തിന് പോലും കൈക്കൂലി നൽകേണ്ട അവസ്ഥ. ഇതിനിടെ കേസിൽ വഴിത്തിരിവെന്നോണം കൊല്ലപ്പെട്ടു എന്ന് പറയപ്പെടുന്ന സാക്ഷാൽ മെനാരിയ ടാൻസാനിയയിൽ ജീവിച്ചിരിക്കുന്നതായി കണ്ടെത്തി. വസുന്ധര ജയിൽ മോചിതയായി. ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടും അനുഭവിച്ച പീഡനങ്ങളുടെ ഓർമ്മകൾ തന്നെ വേട്ടയാടുകയാണെന്നാണ് വസുന്ധര പറയുന്നത്. 2 ആഴ്ചയോളമാണ് കൊലയാളി എന്ന് മുദ്രകുത്തപ്പെട്ട് വസുന്ധരയെ ഉഗാണ്ടൻ പോലീസ് തടങ്കലിൽ പാർപ്പിച്ചത്. തനിക്ക് ഭക്ഷണമോ വെള്ളമോ പോലും നിഷേധിച്ചു. ശിക്ഷ എന്ന പേരിൽ പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാൻ പോലും അനുവദിച്ചില്ലെന്നുമാണ് വസുന്ധര പറയുന്നത്. തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ തനിക്ക് ഉപയോഗിക്കാൻ തന്നിരുന്ന ടോയ്ലറ്റിന്റെ അവസ്ഥയെക്കുറിച്ച് അവർ വിവരിക്കുന്നുണ്ട്. ആ തറയിൽ നിറയെ രക്തവും മലവുമായിരുന്നു. ഒന്ന് വസ്ത്രം മാറാനോ കുളിക്കാനോ അവർ അനുവദിച്ചില്ല. തനിക്ക് വേണ്ട സാധനങ്ങൾ കൈമാറാൻ അഭിഭാഷകർ മുഖേന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി വരെ നൽകേണ്ടി വന്നുവെന്നും അവർ ഓർത്തു പറയുന്നുണ്ട്. വാറന്റ് ഇല്ലാതെയായിരുന്നു അന്ന് വസുന്ധര ഒസ്വാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. എന്നാൽ വാറന്റ് ഉണ്ടോ എന്ന വസുന്ധരയുടെ ചോദ്യത്തിന് തങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന ഭാവത്തിലുള്ള മറുപടിയായിരുന്നു പോലീസുകാർ നൽകിയത്. വക്കീലില്ലാതെ ഇന്റർപോൾ ഓഫീസിൽ എത്തിച്ചെന്നും മൊഴിയെടുക്കാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും വസുന്ധര ഓർത്തെടുക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ ഒരു പുരുഷ ഉദ്യോഗസ്ഥൻ തന്നെ ബലം പ്രയോഗിച്ച് വാനിലിരുത്തിയെന്നും ശേഷം കൃത്യമായ മൊഴി നൽകിയില്ലെങ്കിൽ ദീർഘനാളത്തേക്ക് തടവിലാക്കുമെന്ന ഭീഷണി സ്വരവും അവർ മുഴക്കിയെന്നും വസുന്ധര പറയുന്നു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചെടുത്ത പോലീസ് ബോണ്ടിനായി സമർപ്പിക്കുകയും ചെയ്തു. ദിവസങ്ങളോളം അനധികൃതമായ തടവിൽ പാർപ്പിച്ചു. ശേഷം കോടതിയിൽ ഹാജരാക്കിയ വസുന്ധരയെ അധികം താമസിയാതെ നഗാസംഗോള ജയിലിലേക്ക് മാറ്റി. ശിക്ഷിക്കപ്പെട്ട കൊലയാളികളെയും മനുഷ്യക്കടത്തുകാരെയും പാർപ്പിക്കുന്നതിനുള്ള ജയിലാണിത്. ഒക്ടോബർ 10 മുകേഷ് മെനാരിയ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടും ജാമ്യാപേക്ഷ പോലും മനഃപൂർവ്വം അട്ടിമറിച്ചെന്നും വസുന്ധര മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. 11 ദിവസങ്ങൾക്ക് ശേഷം വസുന്ധര ഒസ്വാളിന് അങ്ങനെ ജാമ്യം ലഭിച്ചു. പക്ഷേ പാസ്പോർട്ട് അടക്കമുള്ള രേഖകളൊന്നും തിരികെ നൽകിയില്ല. പിന്നീട് 2024 ഡിസംബർ 19 വസുന്ധരയ്ക്കെതിരെ ചുമത്തിയ കുറ്റം റദ്ദാക്കപ്പെട്ടു. പക്ഷെ തനിക്ക് നേരിടേണ്ടി വന്ന നീതി നിഷേധത്തിന് ഉഗാണ്ടൻ അധികാരികൾക്കെതിരെ കേസ് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് വസുന്ധര ഒസ്വാൾ ഇപ്പോൾ.